ഓൾ വെൽക്കം ടു അനദർ വ്ലോഗ്. ഇന്നും പതിവ് പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളത്. പക്ഷേ എപ്പോഴത്തും പോലെയല്ല, ഇതൊട്ടും ഈസ്തെറ്റിക് അല്ലാത്ത എൻ്റെ ഒരു ദിവസത്തെ നോർമൽ കാര്യങ്ങളാണ്. അങ്ങനെ മൊഞ്ചു കൂട്ടാനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോർമലായിട്ടുള്ളൊരു ദിവസം ആണ് ഞാൻ ഇന്ന് ഷൂട്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. അത്യാവശ്യം ലേറ്റ് ആയിട്ടായിരുന്നു ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നു. പിന്നെ എനിക്ക് കാണിച്ചു തരാൻ ഒരു സ്കിൻ കെയർ ഒന്നുമില്ല. ഞാൻ പൊതുവേ സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളാണ്. ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഇൻഷാ അള്ളാ. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുന്ന ഒരു ടൈപ്പും അല്ലേനു. പക്ഷെ ഇപ്പം മുഖത്ത് ഭയങ്കരമായിട്ട് പിമ്പിൾസൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി കുറച്ചും കൂടി വെള്ളം കുടിച്ചാൽ ശരിയാവുന്നുള്ള രീതിയിൽ ഞാൻ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. എത്ര കാലം ഉണ്ടാവുന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെന്താ, ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കണേ. അപ്പം ഞാൻ വെറുതെ എനിക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എപ്പോഴും ഞങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തിട്ടൊക്കെ കോഫി ഉണ്ടാക്കുന്നതല്ലേ കാണിച്ചു തന്നത്. സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന ചായയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇറാനി ചായ എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ടല്ലോ. ഞാൻ സത്യം പറഞ്ഞാലിടാ, പണ്ട് നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പം ഈ ഫാക്ടറി ഉണ്ടല്ലോ, ആടുന്ന് നമുക്ക് ഫ്രീ ആയിട്ടൊരു ചായ കിട്ടുമല്ലോ നമ്മളവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ. കത്ത ടേസ്റ്റ് ആയിരിക്കും ആ ചായക്ക്. അതും വിചാരിച്ച് ഒരു പുറത്ത് സെയിൽ ചെയ്യുന്ന ആ ചായപ്പൊടിൻ്റെ പാക്കറ്റ് നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോകും. എന്തിന്? ഇതേപോലെ ടേസ്റ്റിൽ ചായ കുടിക്കാൻ. പക്ഷെ നമ്മളിവിടെ വന്ന് ഉണ്ടാക്കിയ അതിൻ്റെ ഒരു അയലത്ത് വരില്ല നമ്മളെ സാധാ ചായ. കാപ്പിപ്പൊടിയും ചായപ്പൊടിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ നമ്മൾ അവിടെ കുടിച്ച ആ സെയിം ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അങ്ങനെ എൻ്റെ ഒരു കസിൻ പറഞ്ഞു തന്നതായിരുന്നു, നമ്മൾ ചായപ്പൊടി നല്ലതാണെങ്കിൽ അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡും ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നല്ല ടേസ്റ്റ് ചായ തന്നെ കിട്ടുന്നത്. ഞാൻ അങ്ങനെ ട്രൈ ആക്കി നോക്കിയപ്പോൾ സത്യം ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ആരും ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി. അല്ലാണ്ട് ഞാൻ ഈ ട്രെൻഡ് കണ്ടിട്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ. ഞാൻ പണ്ടേ ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ഇതിപ്പോൾ ട്രെൻഡായപ്പോൾ ഇത് ഞാൻ എപ്പോഴോ കണ്ടുപിടിച്ചിരിക്കണല്ലോ എന്ന് ഞാൻ ആലോചിച്ച് പോയി. ഇന്നത്തെ നമുക്ക് ചായക്ക് ചപ്പാത്തിയും ഇന്നലത്തെ ബീഫ് കറി ആയിരുന്നു. എനിക്ക് പിന്നെ രാവിലെ എത്ര ഹെവി ഫുഡ് കഴിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് അത്രയും സന്തോഷമാണ്. എനിക്ക് എത്ര രാവിലെ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഞാൻ കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് വലിയ നിർബന്ധമില്ല. അപ്പം ഇനി ഞാൻ റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിട്ടും പറയണം. കാരണം നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് തന്നെ നമ്മൾ ഭയങ്കര നീറ്റായിട്ട് എസ്തെറ്റിക് കൈൻഡ് ഓഫ് വീഡിയോ ആണ് ഷൂട്ട് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മിററിൻ്റെ അവിടേക്കൊന്ന് വന്ന് നോക്കിയ ഭയങ്കര അവസ്ഥയായിരുന്നു. ഇന്നലെ വലിച്ചു വാരിയിട്ടത് മൊത്തം ആടെ കിടക്കുന്നുണ്ടേനു. അപ്പം അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ വിചാരിച്ച്. ഈ ഓർഗനൈസറൊക്കെ ഞാൻ മീഷോന്ന് 300 സംതിങ്ങിന് കുറേ മുന്നേ വാങ്ങിയതാണ്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, അടിപൊളി. ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. 300 എനിക്കിത് വർത്തായിട്ടാണ് തോന്നിയത്. കാരണം നമ്മളതിൽ സാധനം കിട്ടി വെക്കുമ്പോൾ തന്നെ കുറച്ച് ലുക്ക് കൂടിയ മാതിരി, മുഞ്ച് കൂടിയ മാതിരി തന്നെയാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇവിടെ ഒന്നും അങ്ങനെ പൊടികളില്ല, പക്ഷെ എന്നാലും നമ്മൾ കാണാത്ത മൈന്യൂട്ടായിട്ടുള്ള പൊടികളൊക്കെയാണ് ഉള്ളത്. പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് നീറ്റ് ആവുന്നുണ്ട്. പിന്നെ ആ മിറർ ഞാൻ എപ്പോഴും ക്ലീൻ ആക്കലുണ്ട്. കാരണം അത് നീറ്റ് ആക്കുമ്പോഴാണ് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗി കിട്ടണമെങ്കിൽ അതൊന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് എപ്പോഴും വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കോഫി ടംബ്ലർ കാണിച്ചു തരാം. ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കിയിട്ടിട്ടീനു. ഞാൻ മീഷോന്ന് അറൗണ്ട് ഒരു 200 സംതിങ്ങിനാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ കുറേ ദിവസമായി ഇത് കാട്ടിലിട്ട് വെച്ചിരിക്കണേ. ഇപ്പം വാങ്ങണം നാളെ വാങ്ങാം അങ്ങനെ രീതിയിൽ നിന്നത്. പക്ഷെ ഞാൻ വാങ്ങി, അത്ര ഭംഗിയുണ്ട്. ഇത് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇനിയിപ്പോൾ ആ ലുക്ക് തന്നെ ഇതിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ സെയിം എക്സാക്ട് ലുക്കിലാണ് എനിക്ക് സാധനം കിട്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് മുന്നിൽ വെക്കുമ്പോൾ തന്നെ കാണാൻ നല്ല മൊഞ്ചുണ്ടായിരുന്നു. പിന്നെ സാധനം കിട്ടിയ സന്തോഷത്തിൽ ഞാനൊന്ന് പോയി കഴുകി കഴിഞ്ഞിട്ടൊരു കോഫി ഇട്ട് കുടിക്കാൻ വിചാരിച്ചു. നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫീന്ന്. അപ്പം ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി കോഫി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ക്യൂട്ട് പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിക്കോളി. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരെയും വിശേഷം? നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഫുള്ള് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് കൈൻഡ് ഓഫ് വീഡിയോസാണ് ഇഷ്ടം അങ്ങനെയൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും അങ്ങനെ കമൻറ്റിലൂടെ പറയണം. ഞാൻ എല്ലാ കമൻസും വായിക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയാം ഫസ്റ്റ് തൊട്ടേ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേരും
എപ്പോഴും കമൻറ്റ് ചെയ്യുന്നതും ഒക്കെ എനിക്കറിയാം. നിങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് കാണാപ്പാടായിട്ട് അറിയാം ഇന്ന ആള്. ആ ഒരു രീതിയിൽ തന്നെ എനിക്കറിയാം. നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ തോന്നുന്നത്. അപ്പം അങ്ങനെ ഇത് ഞാൻ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഒരു ഡോണറ്റിൻ്റെ കേക്കായിരുന്നു. നല്ല ഭംഗിയുണ്ട്, ക്യൂട്ട് കണ്ട് വാങ്ങിയതാണ്. പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. 30 റുപ്പീസിന് എന്തോ ഉള്ളൂ. പക്ഷെ ആ പൈസക്കുള്ള ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറെയും ഫ്ലേവർ ഉണ്ട്, കുറച്ചും കൂടി ചോക്ലേറ്റ് വരുന്നത്. ഞാൻ അതാണ് വിചാരിച്ചിട്ടായിരുന്നു വാങ്ങിയത്. ബട്ട് കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ ഈ വീഡിയോയിൽ കാര്യമായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഞാൻ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് കാണിക്കാൻ മാത്രം ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ പെയിൻറ്റിങ് ഞാൻ ഇന്നലെ ട്രൈ ആക്കി നോക്കിയതാണ്. നിങ്ങൾ ആരും ചീത്ത പറയരുത്, ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ട് വെറുതെ ഒന്ന് വരച്ച് നോക്കിയതാണ്. എനിക്ക് പെയിൻറ്റിൻ്റെ ABCD പോലും അറിയില്ല. പക്ഷെ എനിക്കിങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം അത് ചെയ്യുമ്പം നമുക്ക് വേറെ പറ്റിയിട്ടൊന്നും ആലോചിക്കേണ്ട, അതിൻ്റെ ഭംഗീനെ പറ്റിയിട്ട് ആലോചിച്ചാൽ മതി. അപ്പം നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അത്യാവശ്യം നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിന് വെറുതെ വാർണിഷ് ചെയ്യുക. ഇതിന് വാർണിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് സാധാ പേപ്പറിൽ വരച്ചതാണ്. പിന്നെ വരട്ടെ, ഇതൊക്കെ ചെയ്യുമ്പം ജസ്റ്റ് ഒരു മൈൻഡ് റിലാക്സ് ചെയ്യുന്ന പോലാണ്. അമ്മക്ക് ഇതിനെ പറ്റിയിട്ട് അറിയൊന്നുമില്ലെങ്കിലും പക്ഷെ സമയം പോകുന്നുണ്ട്, നമ്മൾ കുഴപ്പമില്ലാത്ത നല്ല കാര്യമാണ് ചെയ്യുന്നതെന്നൊരു തോട്ടും ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. ഇനി ഞാൻ നമ്മളെ വീട്ടിലെ 12 മണിക്ക് ശേഷമുള്ള കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. കിച്ചണിൻ്റെ കാര്യങ്ങൾ. ഇത് ഉച്ചക്കത്തേക്കുള്ള ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇത് നമ്മൾ രാവിലെ തന്നെ മസാല ഒക്കെ തേച്ചിട്ട് വെക്കും. അപ്പോൾ കുറച്ച് ചിക്കനിൽ പിടിക്കല്ലോ, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വരും. ഇത് ഞാൻ പിന്നെ ഉമ്മ പൊരിക്കുന്നത് വേഗം ഷൂട്ട് ചെയ്തതാണ്. ഞാൻ നിങ്ങൾക്ക് നമ്മളെ സിമ്പിളായിട്ടുള്ള ലഞ്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. എപ്പോഴും അങ്ങനെ കൂടുതൽ ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഇന്ന് കുഴപ്പമില്ലാണ്ട് സാമ്പാറൊക്കെ അതിനുണ്ടായത്. അപ്പം ഞാൻ ജസ്റ്റ് നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ കാണിക്കുന്നത്. അപ്പം എല്ലാം കൂടി ജസ്റ്റ് ചെറിയ ചെറിയ ക്ലിപ്സ് ഇതിൽ ആഡ് ആക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനെന്നല്ല, എനിക്കിത് നിർബന്ധമാണ്. എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. എത്ര കിട്ടിയാലും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. ഈ ബിരിയാണീൻ്റെ കൂടെ വരെ പപ്പടം കഴിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങും. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പപ്പടം ഒന്നും ബിരിയാണീൻ്റെ കൂടെ കിട്ടൂല. പക്ഷെ ഞാനാണെങ്കിൽ ചോദിച്ചു വാങ്ങും, ഏട്ടാ ഒരു പപ്പടം തരുമോയെന്ന്. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. എനിക്ക് ചമ്മന്തി വലിയ ഇഷ്ടമില്ല, പക്ഷേ ഈ ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പറ്റാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കി. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. അതായത് നമ്മളെ ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് നമ്മളെ ഈ വറ്റൽമുളക് നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ ആഡ് ആക്കുക. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളിയും അതേപോലെ ചെറിയ വെളുത്തുള്ളിയും ഒരു കഷ്ണം മതി. വെളുത്തുള്ളിയൊന്നും കൂടുതൽ വേണ്ട. നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റീനനുസരിച്ചിട്ട്. ഞാനിവിടെ ഒന്നാണ്, ഉമ്മ പറഞ്ഞിരുന്നുണ്ട് ബാക്കിൽ, അതിനനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്കിൻ്റെ റെസിപ്പി ഒന്നും അറിയില്ല. ഞാൻ വീഡിയോ എടുക്കുന്നതിനോട് ഉമ്മ ഞാൻ പറഞ്ഞുതരാം നീ ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എടുക്കുകയാണ്. ഒരു കഷ്ണം വെളുത്തുള്ളി, അതേപോലെ കുറച്ച് കരിവേപ്പില, പിന്നെ പുളി, പിഞ്ചുള്ള പുളി, ഇതും കൂടിയാണ് ആഡ് ചെയ്യേണ്ടത്. ഇത് നന്നായിട്ട് കുഴപ്പമില്ലാണ്ടൊന്ന് വറുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ശരിക്കും ഇതിൻ്റെയൊക്കെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അമ്മിക്കല്ലിൽ അരച്ചെന്നെ യൂസ് ചെയ്യണം. പക്ഷെ നമുക്കിവിടെ അമ്മിക്കല്ലില്ല, അതേപോലെ ചെറിയ ജാറും ഇല്ല, അത് കേടായിട്ടാണുള്ളത്. അപ്പം മിക്സിൻ്റെ വലിയ ജാറിൽ തന്നെയാണ് ഇത് അരയ്ക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങയും അതേപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ മിക്സും കൂടിയാണ് ഇതിൽ ആഡ് ആക്കേണ്ടത്. വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് മിക്സ് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി കിട്ടും. പറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു സിമ്പിൾ റെസിപ്പി ട്രൈ ആക്കി നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അധികം വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും, ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഇന്ന് പിന്നെ ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസമായിരുന്നു. നെക്സ്റ്റ് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അടിച്ചു വാരുക, തുടക്കുക, ക്ലീനിങ്, ഇങ്ങനത്തെ പരിപാടീസ് തന്നെയാണ്. പിന്നെ കുക്കിങ്ങിലേക്ക് ഞാൻ വലിങ്ങനെ പോകേണ്ടതില്ല, കാരണം എൻ്റെ ഉമ്മ എന്നെല്ലാം ഉണ്ടാക്കലുണ്ട്. പിന്നെ എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന റെസിപ്പീസാണ് ഞാൻ അധികം എടുക്കൽ. കുഴപ്പമില്ലാണ്ട് കുക്കൊക്കെ ചെയ്യാൻ എനിക്കറിയാം. അങ്ങനെ അതിനുശേഷം ഞാൻ വന്നപ്പോൾ എൻ്റെ ഉമ്മ ഈ സാധനങ്ങളൊക്കെ പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ നമ്മളിങ്ങനെ എല്ലാം കഴിക്കുക, വേണ്ട കറിയൊക്കെ അടുക്കളയിൽ നിന്ന് തന്നെ എടുത്തിട്ട് വന്ന് ടേബിളിൽ ഇരുന്ന് കഴിക്കുകയാണ്. പക്ഷെ ഇതിൻ്റെ ഉമ്മ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് തന്നതാണ്. ഉമ്മ എൻ്റെ കൈ മാത്രം ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇതൊക്കെ ഒഴിച്ച് എനിക്ക് സെറ്റാക്കി തരും. എന്നിട്ട് ഉമ്മ എന്നോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇത് ഓക്കെ അല്ലേ, സെറ്റല്ലേ, റെഡിയാണോ, രസമുണ്ടോ ഞാൻ ഒഴിക്കണേ എന്നൊക്കെ ഇങ്ങനെ ഉമ്മ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. ചോറ്, സാമ്പാർ, പിന്നെ ഇത് അവിയലാണോ കിച്ചടിയാണോ എന്ന് എനിക്കറിയില്ല, ഈ വെള്ള സാധനം, അത് ചെമ്മന്തി, പിന്നെ അതേപോലെ ചിക്കൻ പൊരിച്ചത്. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുണ്ടായത്. പിന്നെ കാരക്കച്ചാർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ കാരക്കച്ചാർ. അച്ചാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കാരക്കച്ചാറാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ ഇരുന്നിട്ട് ഇനി ഫുഡ് കഴിക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി. ഇനി നെക്സ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ദമ്മിലൊന്ന് ഉറങ്ങണം. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിച്ചാൽ നല്ലൊരു ഉച്ചോർക്കൊക്കെ ഉറങ്ങി ഒരു ഈവനിങ് ആണ് ഞാൻ എണീറ്റത്. നെക്സ്റ്റ് ഞാനും എൻ്റെ കസിനും കൂടി ഒന്ന് ചായ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ എവിടെയൊക്കെ പോകേണ്ടതെന്നുള്ള ഐഡിയ ഒന്നുമില്ല, പക്ഷെ നമുക്ക് എവിടെയും പോയിട്ട് ഒന്ന് ചായയൊക്കെ കുടിക്കാം, ഇരിക്കാമെന്നുള്ള രീതിയിലാണ് തക്കാരത്തേക്ക് വന്നത്. തക്കാരത്തിലാണെങ്കിൽ ഒടുക്കത്ത തിരക്ക്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരുന്നു തക്കാരത്ത് പോയത്, പക്ഷെ അവിടെ കടികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായയിൽ കയറി. കുഴപ്പമില്ലാത്ത കുറേ കടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മസ്കാബൻ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് അവിടെ ഉണ്ട്, അപ്പം അതും ഒന്ന് ഓർഡർ ചെയ്ത്. സ്നാക്സൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടുന്ന് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ചായയാണ്. അതുകൊണ്ട് തന്നെ 2 വട്ടം ചായ കുടിച്ചിരുന്നു അവിടുന്ന്. പിന്നെ ഈ കാണിക്കുന്നതാണ് എൻ്റെ കസിൻ സിസ്റ്റർ വാവാച്ചി. അവളെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ് വാവാച്ചി, ശരിക്കത്തെ പേര് റിന്ന് എന്നാണ്. നമ്മളാണ് എപ്പോഴും പുറത്തു പോകുക. ഇനി ഒരാളും കൂടി ഉണ്ട്. പിന്നെ ഞാൻ നമ്മളെ കൊച്ചി ഫേമസ് മസ്കാബൻ ഒന്ന് ട്രൈ ആക്കിനോ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈറലാവാൻ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് തോന്നി, പക്ഷേ നമ്മൾ അവരുടെ ഒത്തൻറ്റിക് ടേസ്റ്റുള്ള സാധനമല്ലല്ലോ കഴിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി വിശന്നപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞിപ്പത്തലും കൂടി ഓർഡർ ആക്കിയിരുന്നു. പക്ഷേ കുഞ്ഞിപ്പത്തൽ വലിയ ടേസ്റ്റ് ഇല്ലേനു, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പാർസലാക്കേണ്ടി വന്നു. അതിനുശേഷം കോഴിക്കോട് ബീച്ചിലേക്ക് വെറുതെ പോയി. നല്ല രസമുണ്ടായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാൻ പറ്റിയിരുന്നു. നമ്മൾ വരുമ്പം അത്യാവശ്യം മൂടിയായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു, പക്ഷേ സ്കൈ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ വന്ന് വെറുതെ ഇങ്ങനെ കാലൊക്കെ നനയ്ക്കാൻ തന്നെ നല്ല രസമാണ്. ഈ ഒരു ടൈമിൽ ഇങ്ങനെ ബീച്ചിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് പോയിട്ട് ചാടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോകുന്നൊരു ടീംസാണ് നമ്മൾ. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ഇതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, ഗ്രൂപ്പിലിടുക, ട്രോളുക, ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ട് നടക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ ഇത്രയും ക്ലിപ്സേ അധികം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, കൂടുതൽ ലെങ്തി ആക്കലില്ല ഞാൻ, വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് പറഞ്ഞോളി. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.